CMRL കേസ് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിപ്പൊക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എക്സാലോജിക്കിനെ വലിച്ചിഴയ്ക്കുന്നത് എന്തിനെന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ പിണറായി വിജയന്റെ പേരിലേക്ക് എത്തും. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാർ തുകയാണ് കൈമാറിയിട്ടുള്ളത്. സാമ്പത്തിക ഇടപാട് സുതാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയെ വലിച്ചിഴയ്ക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ സർക്കാരുകളെയും നേതാക്കളെയും തകർക്കുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറ്റപത്ര സമർപ്പണവുമായിട്ടുള്ള കാര്യം. കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും BJPയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് കെട്ടിപ്പോക്കുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യമാണ്. എക്സലോജിക്കിനെ എന്തിനാണ് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ആമുഖത്തിൽ തന്നെ കൃത്യമാവുന്നത് ഏതെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് CPIMൻ്റെ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മകൾ വീണ, അതിൻ്റെ ഒപ്പമാണ് മനോരമ കൊണ്ടുവന്ന മാസപ്പടി കേസും വരുന്നത്. ഒരു പത്രമാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ മാസപ്പടി എന്ന പ്രയോഗം തന്നെ നടത്തിയത്. അത് മനോരമയാണ്. മനോരമയുടെ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി തെളിവുകളിൽ ഒരു കാര്യം എന്ന് മാത്രമേ ഇത് കാണേണ്ടിയുള്ളൂ. യഥാർത്ഥത്തിൽ വസ്തുത പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എക്സലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരാർ പ്രകാരമുള്ള തുകയാണ്. അതിൻ്റെ സാമ്പത്തികമായ എല്ലാ നിലപാടുകളും സ്വീകരിച്ചു. GSTയും ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള എല്ലാ നികുതികളും നൽകി കൈപ്പറ്റിയിട്ടുള്ളത്. സുതാര്യമായിട്ട് നടന്ന ബാങ്ക് വഴിയുള്ള ഈ ഇടപാട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നികുതികളും അടച്ച രേഖകളും ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ സുതാര്യമായി രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടുകളാണ് തെറ്റായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ച് സഖാവ് പിണറായി വിജയൻ്റെ മകളായി പോയി എന്നുള്ള കാരണം കൊണ്ട് അതിലേക്ക് വലിച്ചിഴക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചത്.